അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെയും വൈദ്യുതി നിയന്ത്രണത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെയും വൈദ്യുതി നിയന്ത്രണത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ജീവനക്കാർക്ക് മെഴുകുതിരികൾ വിതരണം ചെയ്തു. P. മിഥുൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പീക്കിംഗ് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വിളിക്കുന്നതെങ്കിലും ലോഡ് ഷെഡിങ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന ജീവിതചര്യകൾ കഴിഞ്ഞ് രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അരമണിക്കൂർ വീതം 6 മണി മുതൽ 12 മണി വരെ കറണ്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനെയും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ആര്യാട് മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള കരാറ് റദ്ദാക്കിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ ഇപ്പോഴത്തുള്ള കരാറ് തീരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് KSEB പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ദശലക്ഷക്കണക്കിന് ശമ്പളം പറ്റുന്ന KSEB ഉദ്യോഗസ്ഥരുണ്ട്. കേവലം ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ നികുതി പണം കൊണ്ടുള്ള ശമ്പളം മാത്രം വാങ്ങി പോകുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. TP ശ്രീനിഷ്, M. രാഹുൽ, AG ഷെരീഫ്, അമൽ ശശീന്ദ്രൻ, ആദർശ് സുകുമാരൻ, ആൽബിൻ ജോർജ്, MDP സിനാൻ എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി 25 കൊല്ലത്തേക്കുള്ള ഒരു ദീർഘകാല കരാർ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ അതിപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 4 രൂപ 29 പൈസക്ക് കറണ്ട് ഒരു യൂണിറ്റ് ലഭിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് വന്ന LDFന്റെ പിണറായി സർക്കാർ യാതൊരു കാരണവുമില്ലാതെ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗമായി ആ ഉത്തരവ് സാങ്കേതിക കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അത് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോൾ കേരളം നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം അതാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.